തക്കവണ്ണം ആഗ്രഹിച്ച് ഞായറാഴ്ച സൺഡേ ദിവസങ്ങളിൽ ഒരു പ്രത്യേക പഠന ക്ലാസ്സായിട്ട് ആരംഭിച്ചതാണ് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് വ്യവസ്ഥാപിതമായിട്ട് വളർന്നിരിക്കുന്ന ലോകവ്യാപകമായി കാണുന്ന സൺഡേ സ്കൂളിൻ്റെ ആവിർഭാവം കാണാൻ സാധിക്കും. ആ സൺഡേ സ്കൂളിൻ്റെ ആരംഭം കുഞ്ഞുങ്ങളെ സ്വഭാവ രൂപീകരണത്തിലേക്ക് കൊണ്ടുവന്നു അവരെ ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതായിരുന്നു ആ ദൈവത്തിൻ്റെ ആ കാഴ്ചപ്പാട്. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ലോകവ്യാപകമായി സൺഡേ സ്കൂൾ വളരുവാനും ഇന്ന് ആത്മീയ പ്രസ്ഥാന രംഗത്ത് ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു ശാഖയായി അല്ലെങ്കിൽ ഒരു ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പുത്രിക സംഘടനയായി നിലകൊള്ളുന്നത്. ഒരു സമൂഹത്തിൻ്റെ, ഒരു സഭയുടെ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി എന്നുള്ളത് തലമുറകളെ അല്ലെങ്കിൽ വളരുന്ന തലമുറകളെ ആസ്പദമാക്കി നിലകൊള്ളുന്നത് കൊണ്ട്, തലമുറകളുടെ കയ്യിലാണ് ഭാവി എന്നുള്ളത് കൊണ്ട് തലമുറകൾ എങ്ങനെ വളർത്തപ്പെടും, എങ്ങനെയാണ് വളർത്തിയെടുക്കണം എന്നുള്ളത് ഭാവി വിഭാവന ചെയ്യുന്ന സമൂഹത്തിൻ്റെ കടപ്പാടായതുകൊണ്ട് നമ്മുടെ തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുകളാണ് ഒരു സൺഡേ സ്കൂളിലെ വ്യാപ്തിക്ക് അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. സ്കൂളിൻ്റെ വളർച്ച എത്രത്തോളം സഭാതലത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവെഴുത്തുമായി ചേർത്ത് പഠിക്കുമ്പോഴാണ്. അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യർ സ്വസ്നേഹികളും അഹങ്കാരികളും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും അതുപോലെ ദൈവഭക്തിയെ വിടിഞ്ഞ് ഭോഗാസക്തിയുള്ളവരായി പാപത്തിലേക്ക് തലമുറയായിട്ടാണ് തിരുവെഴുത്തിൽ കാണുന്നത്. അങ്ങനെയുള്ള അന്ത്യകാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ഒരു സമൂഹത്തെ, ഒരു സഭയെ, ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുവാൻ കഴിയുമെന്നുള്ളത് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതിന് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും താഴേക്കിടയിലുള്ള ഘടകം എന്ന് പറയുന്നത് സൺഡേ സ്കൂളാണ്. വചനം പറയുന്നു, ബാലൻ തൻ്റെ നടപ്പിനെ എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത്? തുടർന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ. അങ്ങനെയാണെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം എത്രത്തോളം അർഹിക്കുന്നു, ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം സൺഡേ സ്കൂളിന് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ സൺഡേ സ്കൂൾ വിജയകരമായി തീരണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓർക്കുക, മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ സഹകരണം, സമർപ്പണമുള്ള അധ്യാപകർ, ഇവർ രണ്ടും കൂടി ചേർന്ന സമൂഹത്തിൽ മാത്രമേ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയത്തുള്ളൂ. വചനം പറയുന്ന പോലെ ഒരു പഴഞ്ചൊല്ലുകൊണ്ട്, ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം. വാസ്തവത്തിൽ ഒരു പിഞ്ചു ഹൃദയത്തിൽ എപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടാണ്, എപ്രകാരമുള്ള ഒരു ദർശനമാണ് നാം പകർന്നു കൊടുക്കുന്നത്, അതുപോലെ ഒരു തലമുറയായിരിക്കും വരും ലോകത്ത് നിലകൊള്ളുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാർ സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സൺഡേ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളുടെ പഠനകാര്യത്തിന് വേണ്ടി അധികമായി സമയവും സന്ദർഭവും അനുസരിച്ചത്. നമുക്കും അതിൻ്റെ ഭാഗമായി പ്രകാരം ഈ ചെറിയ കാലയളവിനുള്ളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സൺഡേ സ്കൂൾ വാർത്തെടുക്കുവാതെ ദൈവമായി നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ നമ്മുടെ അധ്യാപകരുടെ ആത്മാർത്ഥമായ സമർപ്പണമുള്ള പ്രവർത്തനം, മാതാപിതാക്കളുടെ ഉത്സാഹം രണ്ടുമാണ്. സഭയുടെ പ്രോത്സാഹനം ഇത്രത്തോളം അതിനെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാനിടയാക്കി. എത്രയും പറഞ്ഞ കാരണം സൺഡേ ക്ലാസിൻ്റെ പ്രാധാന്യം ദൈവമക്കൾ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറയെ ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ അഭ്യാസനത്തിലൂടെ അവിടെ സ്വഭാവ രൂപീകരണം, സാമൂഹിക പ്രതിബദ്ധത, സഭയോടുള്ള പ്രതിബദ്ധത, മാതാപിതാക്കളുടെ കടപ്പാടുകൾ, ഇതെല്ലാം ചെറു ഉദ്ദേശിക്കുന്ന രാഷ്ട്രം പടുത്തുയർത്തുവാൻ തലമുറയിലൂടെ കഴിയത്തുള്ളൂ. രാത്രിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മുടെ സൺഡേ ക്ലാസ്സിലൂടെ ഒരുക്കപ്പെടുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. രാത്രി കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആ സൺഡേ സ്കൂൾ വിഭാവന ചെയ്തിരിക്കുന്ന ആ ശരിയായ കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുവാൻ ഒരു സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമയ പരിമിതി മുഖാന്തരം ഇൻട്രോഡക്ഷൻ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് സോളോ അതിനായിട്ട് ജിമ്മി ജോസിനെ യേശു
நல்லவரு நமக்கு போதுமானவரு அற்புதம் செய்தவரு அதிசயமானவர் ஆலோசனை கர்த்த பெரியவரு அற்புதம் செய்தவரு அதிசயமானவர் ஆலோசனை கர்த்த பெரியவரு துன்பம் வரும் வேளையிலே தேடி வந்து தேற்றிடுவார் துக்கம் நம்மே வாட்டும் புது பக்கம் வந்து ஆற்றிடுவார் துன்பம் வரும் வேளையிலே தேடி வந்து தேற்றிடுவார் துக்கம் நம்மே வாட்டும் புது பக்கம் வந்து ஆற்றிடுவார் ஜீவனுள்ள தேவனுக்கு ஜீவராகங்கள் பாடுங்கள் ஜீவனுள்ள தேவனுக்கு ஜீவராகங்கள் பாடுங்கள் இயேசு நல்லவரு நமக்கு போதுமானவரு இயேசு நல்லவரு நமக்கு போதுமானவரு அற்புதம் செய்தவரு அதிசயமானவர் ஆலோசனை கர்த்த பெரியவரு அற்புதம் செய்தவரு அதிசயமானவர் ஆலோசனை கர்த்த பெரியவரு ரெண்டு மீனும் அந்த பவும் இயேசுவுக்கு போதுமையா கோடி ஜனம் கூடினாலும் குறைவில்லாமல் கொடுப்பாரையா ரெண்டு மீனும் அந்த பவும் இயேசுவுக்கு போதுமையா கோடி ஜனம் கூடினாலும் குறைவில்லாமல் கொடுப்பாரையா நம்பி வந்தால் நன்மை உண்டு நன்மை செய்கண்ட இயேசு உண்டு நம்பி வந்தால் நன்மை உண்டு நன்மை செய்கண்ட இயேசு உண்டு இயேசு நல்லவரு நமக்கு போதுமானவரு இயேசு நல்லவரு நமக்கு போதுமானவரு அற்புதம் செய்தவரு அதிசயமானவர் ஆலோசனை கர்த்த பெரியவரு அற்புதம் செய்தவரு அதிசயமானவர் ஆலோசனை கர்த்த பெரியவரு തുടർന്ന സ്പീച്ചാണ് ഷരോൺ ക്ലൈസ്. Praise the Lord. Greetings to all in the name of the Lord Savior Jesus Christ. Respected pastor, uncles, aunties, and my dear friends. God has given me an opportunity to stand with the word of God. For today's message, I like to read from Matthew chapter 5, verse 14 to 16 verse. You are the light of the world. A city on a hill cannot be hidden. Neither do people light a lamp and put it under a bowl. Instead, they put it on its stand and it gives light to everyone in the house. Let's pray. God, this verse are yours. You bless this verse and give to us. In the name of Jesus, pray. Amen. Jesus Christ came to this world to give us light. We are God's children, but Jesus is not with us now. But He has promised that He will be with us till the end of this world. So He is with us now also. Even though there is light in this world, it is not enough to give light to the people who has darkness in their heart. Hallelujah. So even though there is electricity also in this world, it is also not enough to give light to the people who has darkness in their heart. Hallelujah. So we should be the light, hallelujah, to this dark world. Science is advanced and we are living in computer age. But day by day, we are hearing bad news that young people are dying because of their darkness in their heart. So that what we should do is, in 1 Peter 2 verse 9 says like this, but you are the true
God.